ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെയും ബോർഡിംഗ് മദ്രസയുടെ കീഴിലുള്ള 2ാം ക്ലാസ്സിലെ മദ്രസയുടെ ഉലൂമുദ്ദീനിലെ ഹാഫ് ഇയർലി എക്സാം, പാദവാർഷിക എക്സാമിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ മുമ്പ് മറ്റൊരു ചോദ്യപേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചോദ്യപേപ്പർ കൂടി അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉപകാരപ്പെടുത്തുക. ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ പാഠഭാഗത്തു നിന്ന് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കി കുട്ടികളെ പഠിപ്പിക്കാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്ത് ശരി അടയാളപ്പെടുത്താനാണ്. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലണം. എപ്പോഴാണ് സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലേണ്ടത്? എപ്പോഴാണ്? സുജൂദിലാണ് അല്ലേ? അപ്പോൾ നമുക്കത് ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിൻ്റെ കൂടെ എന്തുകൂടി മനസ്സിലാക്കണം? ഇതുപോലെ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് ചൊല്ലണം എപ്പോൾ എന്നുള്ള ചോദ്യമായിട്ട് നമുക്ക് വരാം. മനസ്സിലായല്ലേ? അപ്പോൾ നമുക്ക് റുക്കൂയിൽ നിന്ന് ടിക്ക് ചെയ്യാൻ കഴിയണം. അപ്പോൾ അത് മനസ്സിലാക്കാം. പിന്നെന്താണ്? കഅബ അല്ലാഹു തആലയുടേതാണ്, അത് അവൻ സംരക്ഷിക്കും. ഇത് പറഞ്ഞത് ആരാണിത് പറഞ്ഞത്? കഅബ അല്ലാഹു തആലയുടേതാണ്, അവൻ അത് സംരക്ഷിക്കുമെന്ന് പറഞ്ഞത് അബ്ദുൽ മുത്തലിബാണ്. ഇത് ആരോടാണ് പറഞ്ഞത്? അബ്രഹത്തിനോടാണ് പറഞ്ഞത്. അബ്രഹത്ത് കഅബ പൊളിക്കാൻ വന്നതായിരുന്നു. അപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ 200 ഒട്ടകങ്ങൾ അബ്രഹത്ത് കൊണ്ടുപോയി. അപ്പോൾ അതിനെ ചോദിച്ചു ചെന്ന അബ്ദുൽ മുത്തലിബിനോട് അബ്രഹത്ത് ചോദിക്കുന്ന ഭാഗങ്ങളൊക്കെയാണിത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കട്ടോ, ആരോടാണ് എന്താണ് പറഞ്ഞത് എന്നൊക്കെ മനസ്സിലാക്കാം. പിന്നെന്താണ്? ഓരോ കാൽവെപ്പിനും പ്രത്യേകം പ്രതിഫലമുണ്ട്. എവിടേക്കുള്ള ഓരോ കാൽവെപ്പിനാണ് പ്രത്യേകം പ്രതിഫലം? മസ്ജിദിലേക്ക് അല്ലേ? മസ്ജിദിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്ര കാലാണോ ഇങ്ങനെ മാറ്റി ചവിട്ടുന്നത്, കാൽവെപ്പുകളാണ് വെക്കുന്നത്, അതിന് ഓരോന്നിനും പ്രത്യേകം പ്രതിഫലമുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം മസ്ജിദിലേക്ക് എന്ന് നമുക്ക് ടിക്ക് ചെയ്യാം. പിന്നെ അഹങ്കരിച്ച് സുജൂദ് ചെയ്തില്ല. ആരായിരുന്നു അഹങ്കരിച്ചിട്ട് സുജൂദ് ചെയ്യാതിരുന്നത്? ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല മലക്കുകളോട് കൽപ്പിച്ചു. എന്നാൽ ഇബ്ലീസ് അഹങ്കരിച്ചു, ഞാൻ സുജൂദ് ചെയ്യില്ലെന്ന് പറഞ്ഞു. എന്തായിരുന്നു കാരണം? ഇബ്ലീസ് സുജൂദ് ചെയ്യില്ലെന്ന് പറയാൻ കാരണം എന്തായിരുന്നു? അഹങ്കാരമായിരുന്നു കാരണം. എന്താണ് ഇബ്ലീസ് അഹങ്കരിക്കാൻ കാരണം എന്തായിരുന്നു? മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിനെ തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യില്ലെന്ന് ഇബ്ലീസ് അഹങ്കരിച്ചു. അപ്പോൾ നമുക്കിവിടെ ഇബ്ലീസ് എന്നത് ടിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഓരോ ചോദ്യത്തിൻ്റെ കൂടെ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അടുത്ത എന്താണ്? ഔറത്ത് മറക്കൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. എന്നാൽ അത് എത്രാമത്തെ ഷർത്താണെന്നാണ് ചോദിച്ചത്. എത്രാമത്തെ ഷർത്താണ് ഔറത്ത് മറക്കല്? അസ്സലാത്തു മഖ്ബൂലത്തുൻ എന്നൊരു ബൈത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. നിസ്കാരം ശരിയാവാൻ ഷർത്തുണ്ടല്ലോ, ഷർത്തുകൾ 5 പഠിക്കേണ്ടേ എന്ന് ചോദിച്ചിട്ട് നമ്മളൊരു ബൈത്ത് പഠിച്ചിരുന്നു. അതിൽ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 ഓർഡറിൽ പഠിച്ചാലാണ് നമുക്ക് ഇതുപോലെ ചോദ്യം വന്നാൽ എഴുതാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇവിടെ ചോദിച്ചത് ഔറത്ത് മറക്കൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. എത്രാമത്തതാണെന്നാണ്? എത്രാമത്തതാണ്? മൂന്നാമത്തതാണ് ഔറത്ത് മറക്കൽ. അപ്പോൾ അതുപോലെ നമുക്ക് ചോദിക്കുകയാണ് എന്ത്? നിസ്കാരത്തിൻ്റെ സമയം ആയെന്നറിയൽ എത്രാമത്തെ ഷർത്താണ്? എത്രാമത്തെ ഷർത്താണ്? 4. അതുപോലെ നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ 5-ാമത്തേത്? അപ്പോൾ നമുക്ക് എഴുതേണ്ടി വരും കിബിലക്ക് മുന്നിടലാണ്. അപ്പോൾ അത് 5 ഓർഡറിൽ നന്നായി പഠിക്കുക. ചെറുതും വലുതുമായ അശുദ്ധികളെ ശുദ്ധി വരുത്തൽ 1. 2 ദേഹം, വസ്ത്രം, സ്ഥലം എന്നിവ ശുദ്ധി വരുത്തുക. 3 ഔറത്ത് മറക്കുക. 4 സമയമായെന്നറിയുക. 5 കിബിലക്ക് മുന്നിടുക. അപ്പോൾ അത് ഓർഡറിൽ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത എന്താണ്? വലതു കാലാണ് മുന്തിക്കേണ്ടത്. നമ്മൾ വലത് കാൽ വെച്ച് പ്രവേശിക്കേണ്ട സ്ഥലങ്ങളും ഇടത് കാൽ വെച്ച് പ്രവേശിക്കേണ്ട സ്ഥലങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ വലത് കാൽ വെച്ച് മുന്തിക്കേണ്ട സ്ഥലം ഏതാണ് എന്നാണ്. ഏതാണ്? ഇവിടെ മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് വലത് കാൽ
മുന്തിക്കേണ്ടത്. യാത്രക്കിറങ്ങുമ്പോഴും ടോയ്ലറ്റിലേക്ക് കടക്കുമ്പോഴൊക്കെ ഇടത് കാലാണ് മുന്തിക്കേണ്ടത്. മുന്തിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം വെക്കേണ്ടത്. അപ്പം അത് മനസ്സിലാക്കുക. വലത് കാൽ വെച്ച് പ്രവേശിക്കേണ്ട 4 സ്ഥലങ്ങൾ എഴുതുക, 3 സ്ഥലങ്ങൾ എഴുതുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചോദ്യം വരാം. അപ്പോൾ നമുക്ക് എഴുതാൻ കഴിയണം. മസ്ജിദ്, പിന്നെ വീട്ടിലേക്ക്, മദ്രസയിലേക്ക് ഒക്കെ കടക്കുമ്പോൾ പ്രവേശിക്കുമ്പോൾ വലത് കാൽ വെക്കണം. അതുപോലെ ഇടത് കാൽ വെക്കേണ്ടത് വീട്ടിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ, പിന്നെ ടോയ്ലറ്റിലേക്ക് കടക്കുമ്പോൾ, അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതൊക്കെ ഇടത് കാലാണ് മുന്തിക്കേണ്ടത്. മനസ്സിലാക്കാം. അടുത്ത ചോദ്യം എന്താണ്? വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരാണ് ആര്? വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അവരാണ് സത്യവിശ്വാസികൾ. വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. മനസ്സിലാക്കട്ടോ. പിന്നെന്താണ്? ഭക്ഷണം കഴിക്കാൻ പാടില്ല. എങ്ങനെ? നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇവിടെ ഇരുന്നു കൊണ്ട്, ഒന്നിച്ചിരുന്ന് എന്നൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അദബുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഭാഗമൊക്കെ നന്നായിട്ട് ഓർമ്മ വേണം. ഇതുപോലെ ചോദ്യം വരും. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തത്. വലതു കൈ കൊണ്ട് കഴിക്കുക, ഒന്നിച്ചിരുന്ന് കഴിക്കുക, ദിക്ർ ചൊല്ലുക, ഇതൊക്കെ നമ്മൾ അദബ് പഠിച്ചിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ അദബ് ഭക്ഷണം കഴിക്കുമ്പോൾ അദബുകൾ കാണിക്കുന്നത്? അല്ലാഹു തആല നൽകിയതാണ് നമുക്ക് ഭക്ഷണം. അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ആ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി ചെയ്യണം. അത് ഭോജന മര്യാദകൾ പാലിച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അതാണ് ആ ശുക്രിൻ്റെ ഭാഗം. അപ്പം ശുക്രിൻ്റെ ഭാഗമാണ് എന്ത്? ഭോജന മര്യാദകൾ പാലിക്കൽ. അടുത്ത ചോദ്യം എന്താണ്? നന്മ ചെയ്യുന്നവർക്ക് ലഭിക്കും. എന്താണ് നന്മ ചെയ്യുന്നവർക്ക് ലഭിക്കുക? സ്വർഗം ലഭിക്കും. നന്മ ചെയ്യുന്നവർക്ക് സ്വർഗവും തിന്മ ചെയ്യുന്നവർക്ക് നരകവും. അപ്പം അത് രണ്ടും ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കി പഠിക്കണം. പിന്നെ റഹ്മത്ത്, കാരുണ്യം എന്നാണ് അർത്ഥം. ഇംഗ്ലീഷിലുള്ള മീനിങ് നമുക്ക് പാഠത്തിൽ നക്ര വനഫമു ഭാഗത്ത് വന്നിട്ടുണ്ട് അല്ലേ? ഇംഗ്ലീഷിലും നമ്മൾ അറബിയിലുള്ള അർത്ഥങ്ങളൊക്കെ അവിടെ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ റഹ്മത്ത്, കാരുണ്യം എന്നതിൻ്റെ എന്തായിരുന്നു? ഇംഗ്ലീഷിൽ എന്തായിരുന്നു വന്നത്? അപ്പോൾ കാരുണ്യം എന്നതിൻ്റെ മേഴ്സി, ഇതാണ് ഇംഗ്ലീഷിൽ വരുന്നത് റഹ്മത്ത്. മനസ്സിലാക്കുക കേട്ടോ. ഇനി എന്താണ്? നമുക്ക് ചേരുമ്പടി ചേർക്കാനാണ് വന്നത്. എന്താ ഇവിടെ വന്നത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. അതിൻ്റെ ബാക്കി നമ്മൾ ഇവിടുന്ന് കാണണം. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. എന്താണ്? മിൻ അദാബിൽ കബരി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ കബരി. അപ്പം അതിൻ്റെ സി നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തതോ? വഅശ്ഹദു അന്ന മുഹമ്മദൻ എന്താണ്? റസൂലുള്ളാഹ്. അപ്പം അതിൻ്റെ ഈ എഴുതാം. വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. പിന്നെ വ മഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പം അതിൻ്റെ എഴുതാം. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാത്തി. അപ്പം അതിൻ്റെ ബി എഴുതി കൊടുക്കാം. അല്ലാഹുമ്മ ഉഫിർലി മാ ഖദ്ദംതു വമാ അഖർതു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡി എന്നത് എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? പൂരിപ്പിക്കാനാണ്. പൂരിപ്പിക്കുക. എന്താണ്? അല്ലാഹു തആലയാണ് എൻ്റെ ഡാഷ്, ഞാൻ അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. എന്താണ് ഇവിടെ നമുക്ക് എഴുതേണ്ടത്? അല്ലാഹു തആലയാണ് എൻ്റെ ഇലാഹ്, എൻ്റെ ഇലാഹ്, അവനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. അപ്പം അത് മനസ്സിലാക്കുക. പിന്നെന്താണ്? ശരീരത്തിന് ശുദ്ധി ഉണ്ടായാൽ ഡേഷും ശുദ്ധിയാകും. എന്താണ്? ശരീരത്തിന് ശുദ്ധി ഉണ്ടായാൽ മനസ്സും ശുദ്ധിയാകും. ശരീരത്തിന് ശുദ്ധി ഉണ്ടായാൽ മനസ്സും ശുദ്ധിയാകും. അടുത്തത് ഉളൂയിൽ കാലുകൾ ഡേഷിന് മുകളിൽ കയറ്റി കഴുകണം. ഉളൂയിൽ കാല് എവിടെ മേലേക്കാണ് കഴുകേണ്ടത്? നമ്മൾ 11ാമത്തെ പാഠത്തിലാണ് നമ്മളത് പഠിച്ചത്. ഉളൂയിലെ കാലുകൾ ഞെരിയാണിക്ക് മുകളിൽ കയറ്റി കഴുകുക. അപ്പോൾ ഇവിടെ ഞെരിയാണിക്ക് എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളെ പാഠഭാഗത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹാഫ് ഇയർലി എക്സാമിന് 12ാമത്തെ ചാപ്റ്റർ വരെ എങ്ങാനാണ് എക്സാമിന് വരുന്ന പോർഷൻ. അപ്പോൾ അതുവരെയുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചോദ്യം വായിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് എന്താണ്?
അസ്സലാത്തു ഇമാദുദ്ദീൻ. എന്താണ്? നിസ്കാരം ദീനിൻ്റെ തൂണാണ്. അസ്സലാത്തു ഇമാദുദ്ദീൻ എന്ന് പറഞ്ഞാൽ നിസ്കാരം ദീനിൻ്റെ തൂണാണ്. അടുത്തതാ വിശുദ്ധ ഡേഷാണ് നമ്മുടെ കിബില. അപ്പോൾ ഇവിടെ എന്താണ്? വിശുദ്ധ കഅബയാണ്. വിശുദ്ധ കഅബയാണ് നമ്മുടെ കിബില. അതൊക്കെ മനസ്സിലാക്കാം. പിന്നെന്താ? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. സ്വർഗത്തിൻ്റെ താക്കോലാണ് എന്ത്? എന്താണ് സ്വർഗത്തിൻ്റെ താക്കോല്? നിസ്കാരം. നിസ്കാരം സ്വർഗത്തിൻ്റെ താക്കോലാണ്. എന്തിൽ നിന്നാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല പടച്ചത്? എന്തിൽ നിന്നാണ്? കളിമണ്ണിൽ നിന്ന്. കളിമണ്ണിൽ നിന്ന് എഴുതുക. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. അപ്പോൾ അവിടെ ഇസ്ലാം, സ്വീകാര്യമായ മതം ഇസ്ലാം. ശുചിത്വം പകുതിയാണ്. എന്തിൻ്റെ പകുതിയാണ് ശുചിത്വം? ഈമാനിൻ്റെ പകുതിയാണ് ശുചിത്വം. അപ്പോൾ അവിടെ ഈമാനിൻ്റെ എന്ന് എഴുതി കൊടുക്കാം. ഏത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്? ഏത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്? വലത് കൈകൊണ്ട്. വലത് കൈകൊണ്ട്. അപ്പോൾ ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും എഴുതാൻ പഠിക്കണം. അതുപോലെ എൻ്റെ രാജ്യം ഇന്ത്യയാണ്, ഞാൻ മുസ്ലിമാണ്, ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ നിങ്ങൾ പഠിക്കണം. പിന്നെന്താണ്? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് ചൊല്ലാം? ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ എന്തായിരുന്നു? അപ്പം അത് എന്തായാലും എഴുതി പഠിക്കുക. അത് വീട്ടിലേക്ക് കയറുമ്പോൾ ഒക്കെ, അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കുമ്പോഴതിന് മുമ്പ് എന്തൊക്കെ ചൊല്ലണം, അതൊക്കെ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം? എന്താണ് നമ്മൾ പഠിച്ചത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഉള്ളത് അറിയാലോ. ബിസ്മില്ലാഹി വലജ്ന ബിസ്മില്ലാഹി ഹറജ്ന വഅലല്ലാഹി റബ്ബിന തവക്കൽന എന്ന് ചൊല്ലി വലതുകാൽ വെച്ചിട്ടാണ് വീട്ടിൽ കയറേണ്ടത്. അടുത്തതാ, കഅബ പൊളിക്കാൻ വന്നവരെ നശിപ്പിക്കാൻ അല്ലാഹു തആല അയച്ചു. ആരെയാണ് അല്ലാഹു തആല കഅബ പൊളിക്കാൻ വന്നവരെ നശിപ്പിക്കാൻ അയച്ചത്? അല്ലാഹു തആല ഒരു കൂട്ടം കുഞ്ഞു പക്ഷികളെയാണ് അല്ലാഹു തആല കഅബ പൊളിക്കാൻ വന്നവരെ നശിപ്പിക്കാൻ അയച്ചത്. അത് അബാബീൽ പക്ഷികൾ എന്നും എഴുതാവുന്നതാണ്. ഒരു കൂട്ടം കുഞ്ഞു പക്ഷികളെയാണ് അല്ലാഹു തആല അയച്ചത്. അവർ ചുട്ടുപഴുത്ത കല്ലുകളുമായി എത്തി സൈന്യത്തിന് നേരെ വർഷിപ്പിച്ചു. അവരുടെ ശരീരങ്ങൾ ചതഞ്ഞരഞ്ഞതുപോലെയായി. അങ്ങനെയാണ് അല്ലാഹു തആല കഅബ തകർക്കാൻ വന്നവരെ നശിപ്പിച്ചത്. മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അടുത്തതാ, നാം ബഹുമാനിക്കണം അനുസരിക്കണം ആരെ? നാം ബഹുമാനിക്കണം അനുസരിക്കണം ആരെ? മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ബഹുമാനിക്കണം അനുസരിക്കണം. മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ബഹുമാനിക്കണം അനുസരിക്കണം. മനസ്സിലാക്കുക. ഇനി ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്താൽ എന്ത് ലഭിക്കും? ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്താൽ എന്താ ലഭിക്കുക? ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്തും. ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്താലാണ് അല്ലാഹു തആല നിങ്ങൾക്കും കരുണ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ലഭിക്കും എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കും. അടുത്തതാ, ഉളൂയിൽ മുഖം കഴുകുമ്പോൾ നിയ്യത്ത് ചെയ്യണം. എന്ത്? ഉളൂയിൽ മുഖം കഴുകുമ്പോൾ ചെയ്യണം എന്ത്? നിയ്യത്ത്. അതെന്താണ്? നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ വുളൂ ചെയ്യുന്നു. നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ വുളൂ ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ട ദിക്ർ. അപ്പം നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്തായാലും പഠിക്കണം. നമുക്ക് എഴുതാൻ വരും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലണം എന്ത്? എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വത്തിൻ. ഇതാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. അപ്പോൾ അതൊക്കെ പഠിക്കുക. പിന്നെന്താണ്? അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്തു. എന്ത്? അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്തു എന്തൊക്കെ? അല്ലാഹു തആല എല്ലാ വസ്തുക്കളുടെയും പേരുകൾ
ആദം നബി അലൈഹി ഇസ്ലാമിന് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ എന്തൊക്കെ പഠിപ്പിച്ചു കൊടുത്തു വെച്ചാൽ എല്ലാ വസ്തുക്കളുടെയും പേരുകൾ. അടുത്ത എന്താണ്? നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ ഒന്നാമത്തേത് ഏത്? നേരത്തെ ഞാൻ പറഞ്ഞു, നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ ഒന്നാമത്തേത് ഏതാണ്? ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധി വരുത്തുക. ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധി വരുത്തലാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ ഒന്നാമത്തേത്. അതുപോലെ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 ഏതെങ്കിലും ഒന്ന് എന്തായാലും ചോദിക്കും, രണ്ടാമത്തേത് മൂന്നാമത്തേതെന്ന്. അപ്പോൾ നമുക്ക് എഴുതാൻ കഴിയണം, മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വരുന്നത് അതുവരെയുള്ള പാഠങ്ങൾ നന്നായി മനസ്സിലാക്കി അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമുക്ക് ഇനി മറ്റൊരു ചോദ്യപേപ്പർ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അത് എത്രാമത്തെ ചാപ്റ്റർ വരെ ഉൾപ്പെട്ടതാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല, നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. നമ്മൾ മുമ്പ് ചെയ്ത ചോദ്യപേപ്പർ ഉണ്ട്, അതിൽ നമ്മൾ ഓരോ പാഠത്തു നിന്നും എന്തൊക്കെ പഠിക്കണം എന്നതൊക്കെ റിവിഷനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉപകാരപ്പെടുത്തുക. ഈ വീഡിയോൻ്റെ താഴെ അതിൻ്റെ ലിങ്ക് നമ്മൾ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തുക. ഇനി ലഭിക്കാത്തവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യാം. 82 89 89 29 85 നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അതിൻ്റെ ലിങ്കുകൾ അയച്ചു തരാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല പഠിച്ചതൊക്കെ അനുസരിച്ച് എക്സാം എഴുതാനും നല്ല ഉയർന്ന മാർക്ക് വാങ്ങി വിജയിക്കാനും പഠിച്ചതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒക്കെ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.